ശിവനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നടന്നിരിക്കുന്നത്, മിക്ക സംഭവങ്ങളും ഈ മാഘമാസത്തിലെ ചതുർദശി ദിവസമാണ്. അതുകൊണ്ടാണ് ശിവരാത്രിക്ക് പ്രാധാന്യം. ശിവന് ഏറ്റവും പ്രിയപ്പെട്ട രാത്രിയാണ്. എന്തിനാണ് ശിവരാത്രി വ്രതം ആചരിക്കുന്നത്? ശിവൻ ശിവത്തെ കൊടുക്കുന്ന രാത്രി, ഭക്തജനങ്ങൾക്ക് മംഗളത്തെ പ്രദാനം ചെയ്യുന്ന രാത്രി ശിവരാത്രി. പ്രധാനമായിട്ടും നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ അകത്തുള്ള മലിന ഊർജ്ജത്തെ പുറത്തു കളഞ്ഞ് സാത്വികമായിരിക്കുന്ന ഊർജ്ജത്തെ ശരീരത്തിലേക്ക് നിറയ്ക്കുക. ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. സർവ്വ കാമപ്രദം ചതുർദശ്യാം ശിവവ്രതം. എല്ലാ ആഗ്രഹങ്ങളെയും സാധിക്കാൻ പറ്റുന്നതാണ് ശിവരാത്രി വ്രതം. എല്ലാവരും ശിവരാത്രി വ്രതം എടുക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വൈഷ്ണവരും ശൈവരും ദേവീഭക്തന്മാരും ഇത് എടുക്കണം എന്നാണ്. അങ്ങനെ അവർ ഈ പൂജ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പൂജയ്ക്ക് ഫലം കിട്ടില്ല. ഓം നമ ശിവായ എന്ന മന്ത്രം എന്നുമായിട്ട് അതിൻ്റെ ഒരു പ്രാധാന്യം എന്താ? മനുഷ്യ ശരീരത്തിൽ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരീരമാണ് പഞ്ചീകരണം. അപ്പോൾ ഈ പഞ്ചീകരണം ചെയ്യുന്ന പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, ഇത് മുഴുവനും അതിൻ്റെ ഊർജ്ജവത്കരണമാണ് ഈ നമശിവായ എന്ന ആ നാമത്തിൽ അടങ്ങിയിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. മഹാദേവ ഭക്തരായ എല്ലാവരും ശിവരാത്രി മഹോത്സവത്തിലേക്ക് കടക്കുകയാണ്. ശിവരാത്രി എന്നാൽ എന്താണ്? 4 തരത്തിലുള്ള ശിവരാത്രികളുണ്ട്. അത് ഏതൊക്കെയാണ്? പ്രധാനമായും ഭക്തജനങ്ങളിൽ ഈശ്വരചിന്തയും ഭക്തിയും എങ്ങനെയാണ് നിറയ്ക്കുന്നത്, ആ ഒരു മഹോത്സവമായിട്ടാണ് ശിവരാത്രിയെ പറയുന്നത്. 4 ശിവരാത്രികളെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ 4 നമ്മളിവിടെ കേരളത്തിൽ ആചാരമില്ല. ഒന്ന്, എല്ലാ ദിവസവും അർദ്ധരാത്രിയിൽ ശിവഭജനം ചെയ്യുക, പഞ്ചാക്ഷര ജപം ചെയ്ത് അർദ്ധരാത്രി സമയത്ത് ശിവനെ പൂജിക്കുന്ന ഒരു സമ്പ്രദായം, അതൊരു ശിവരാത്രിയായിട്ട് പറയുന്നുണ്ട്. മറ്റത് മാസിക ശിവരാത്രി, ഇത് ദൈനിക ശിവരാത്രി എന്നതിൻ്റെ പേര്. മറ്റത് മാസിക ശിവരാത്രി, എല്ലാ മാസവും കൃഷ്ണപക്ഷ ചതുർദശി ദിവസം ശിവനെ ആരാധിക്കുന്ന സമ്പ്രദായം. മൂന്നാമത്തേത് ഈ മാഘമാസത്തിൽ, ചാന്ദ്രമാസ പ്രാധാന്യമായ മാഘമാസത്തിൽ പ്രഥമ തിഥി തുടങ്ങി ത്രയോദശി തിഥി വരെ അർദ്ധരാത്രിയിൽ ശിവനെ പൂജിക്കുന്നു, പകൽ പൂജിക്കുന്നു. പിന്നീട് ചതുർദശി ദിവസം പകൽ ഓരോ യാമങ്ങളിലും പ്രത്യേകം പൂജ ചെയ്തുകൊണ്ട് ആചരിക്കുന്ന ഒരു ശിവരാത്രി. ഈ 3 ശിവരാത്രിക്ക് നമുക്ക് കേരളത്തിൽ പ്രാധാന്യം കാണുന്നില്ല. പക്ഷേ കേരളത്തിൽ ഇതിൻ്റെ ജ്യോതിശാസ്ത്ര പ്രാധാന്യമായിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. മറ്റതാണ് മഹാശിവരാത്രി, അത് വാർഷികമായിട്ട് ആചരിക്കുന്നത്. അതാണിപ്പോൾ നമ്മൾ ആചരിക്കാൻ പോകുന്നത്. അത് മാഘമാസത്തിലെ ചതുർദശി ദിവസം അർദ്ധരാത്രിയിലാണ് ഈ രാത്രി പറയുന്നത്. ചതുർദശി തിഥിയുള്ള സമയത്ത് അർദ്ധരാത്രിയിൽ ചതുർദശി തിഥി സ്പർശിക്കുന്ന ദിവസം ശിവനെ ആരാധിക്കണം. അപ്പോൾ ശിവൻ്റെ ആരാധന എന്ന് പറയുന്നത്, ശിവനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നടന്നിരിക്കുന്നത്, മിക്ക സംഭവങ്ങളും ഈ മാഘമാസത്തിലെ ചതുർദശി ദിവസമാണ്. അതുകൊണ്ടാണ് ശിവരാത്രിക്ക് പ്രാധാന്യം. ശിവപ്രിയ രാത്രി ശിവരാത്രി, ശിവന് ഏറ്റവും പ്രിയപ്പെട്ട രാത്രിയാണത്. മാത്രമല്ല ശിവൻ ശിവത്തെ കൊടുക്കുന്ന രാത്രി, ഭക്തജനങ്ങൾക്ക് മംഗളത്തെ പ്രദാനം ചെയ്യുന്ന രാത്രി ശിവരാത്രി. അങ്ങനെ 2 തരത്തിൽ ഇതിൻ്റെ ശിവരാത്രിയുടെ പദത്തിൻ്റെ അർത്ഥം അങ്ങനെ കൽപ്പിക്കുന്നു. ശിവരാത്രി വ്രതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? പ്രധാനമായിട്ടും ശിവപുരാണത്തിൽ പറയുന്നുണ്ട്, ശിവരാത്രി വ്രതത്തെ പറ്റി പറയുന്നുണ്ട്. പിന്നെ സ്കന്ദപുരാണം, ഈശാന സംഹിത, ഈശ്വര സംഹിത, നാരദ സംഹിത, പിന്നെ ഹേമാദ്രി, ഇങ്ങനെയുള്ള ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലാണിത് പ്രധാനമായിട്ടും പറയുന്നത്. ഇപ്പോൾ ജ്യോതിശാസ്ത്ര പ്രകാരം എല്ലാ വർഷവും ആചരിക്കേണ്ട ശിവരാത്രി മഹോത്സവം എന്നാണ് ശരിക്കും ആചരിക്കേണ്ടത്? അത് മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസം, രാത്രി ചതുർദശി സ്പർശിക്കുന്ന ദിവസമാണ് ഇത് ആചരിക്കേണ്ടത്. അത് പ്രധാനമായിട്ടും ഈ വർഷത്തെ ഒരു പ്രാധാന്യവും കൂടി ഇതിൽ വരുന്നുണ്ട്. ഈ ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും ശിവരാത്രി വരുന്നത് വളരെ ഉത്തമമായിട്ട് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ഞായറാഴ്ച ഈ പ്രാവശ്യം വരുന്നത് കൊണ്ട് അതിൻ്റെ തലേ ദിവസം പ്രദോഷം, ത്രയോദശി. അപ്പോൾ ശിവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 പ്രധാനപ്പെട്ട ആചാരങ്ങൾ ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതാണ് ഈ വർഷത്തെ ശിവരാത്രിയുടെ പ്രാധാന്യം, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അന്ന് ശിവരാത്രി പ്രദോഷ ദിവസവും ഭക്തന്മാർ ശിവാരാധന ചെയ്യുന്നു, അതിനെ തുടർന്ന് ശിവരാത്രി ദിവസവും ചെയ്യുന്നു. അതുകൊണ്ട് ഇതിന് പ്രാധാന്യം അതാണ്. ഇപ്പം ശിവരാത്രി വ്രതത്തെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. എല്ലാവരും ശിവരാത്രി വ്രതങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഇത് ആചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രയോജനം എന്തിനാണ് ശിവരാത്രി വ്രതം ആചരിക്കുന്നത്? പ്രധാനമായിട്ടും നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ അകത്തുള്ള മലിന ഊർജ്ജത്തെ പുറത്തു കളഞ്ഞ് സാത്വികമായിരിക്കുന്ന ഊർജ്ജത്തെ ശരീരത്തിലേക്ക് നിറയ്ക്കുക. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം.
ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. സർവകാമപ്രദം ചതുർദശ്യാം ശിവവ്രതം. എല്ലാ ആഗ്രഹങ്ങളെയും സാധിക്കാൻ പറ്റുന്നതാണ് ശിവരാത്രി വ്രതം എന്നത് പറയുന്നുണ്ട്. അപ്പോൾ ഭുക്തിയും മുക്തിയും ഒരുമിച്ച് തന്നെ കിട്ടുന്നു. ശിവരാത്രി വ്രതം നാമ സർവ പാപപ്രണാശനം. എല്ലാ പാപങ്ങളെയും കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലും നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന പാപകർമ്മങ്ങളെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് ഭുക്തിയും മുക്തിയും ഒരുമിച്ച് തന്നെ കിട്ടുന്നു. സർവ പാപപ്രണാശനം ശിവരാത്രിയിലും ആ വ്രതം എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നു. പാപമോചനം ആണ് പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത്. എല്ലാവരും ശിവരാത്രി വ്രതം എടുക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും ശിവരാത്രി വ്രതം എടുക്കണമെന്ന് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഇപ്പം നവരാത്രി വ്രതം എടുക്കുന്ന സമയത്ത് ഒരു ശിവഭക്തനോ വിഷ്ണു ഭക്തനോ ദേവിക്ക് പ്രാധാന്യം കൊടുക്കുന്ന നവരാത്രി വ്രതം എടുക്കേണ്ട കാര്യമില്ല. ഏകാദശി വ്രതം വൈഷ്ണവമാണ്. ആ വൈഷ്ണവം പ്രാധാന്യമായിരിക്കുന്ന ഏകാദശി വ്രതം ശിവഭക്തന്മാരോ ദേവീഭക്തന്മാരോ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് ശിവരാത്രി എന്ന പദത്തിൻ്റെ പുറകിൽ ഒരു മഹാശിവരാത്രി എന്നുള്ള വിശേഷണം കൊടുത്തിട്ടുണ്ട്. അപ്പം മഹാശിവരാത്രി എന്നത് വൈഷ്ണവരും ശൈവരും ദേവീഭക്തന്മാരും ഇത് എടുക്കണം എന്നാണ്. മറ്റ് അയ്യപ്പ ഭക്തന്മാരും മുരുക ഭക്തന്മാരും എല്ലാ ഭക്തന്മാരും അന്യപൂജക പ്രത്യേകം സംഹിതാ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെ അവർ ഈ പൂജ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പൂജയ്ക്ക് ഫലം കിട്ടില്ല എന്നാണ് അത് പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഉറക്കമില്ലാതിരുന്നാണ് ശിവരാത്രിയുടെ വ്രതം എടുക്കുന്നതും ആഘോഷിക്കുന്നതും ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്, ഉറക്കം വിളിച്ചിരുന്നാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് രാത്രി സമയങ്ങളിൽ ഉറക്കം വിളിച്ചിരുന്ന ശിവരാത്രി വ്രതം? ഇവിടെ രണ്ട് പ്രാധാന്യമാണ് ഇതിൽ പറയുന്നത്. ഒന്ന് ഉപവാസം, ഭക്ഷണം കഴിക്കാതിരിക്കുക. മറ്റ് വ്രതങ്ങളിലൊന്നും ഇങ്ങനെയുള്ള ഒരു കർശന നിയമം പറയുന്നില്ല. അപ്പോൾ ശിവരാത്രി ദിവസം പകൽ മുഴുവനും ഭക്ഷണം ഒഴിവാക്കുക. അത് ശരീരത്തിൻ്റെ ആ ഒരു സ്ഥിതി അനുസരിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ചിലർ കരിക്കും വെള്ളം മാത്രം കഴിക്കുന്നു, ചിലർ പഴം മാത്രം കഴിക്കുന്നു. ചില ഭക്തന്മാർ ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ചുകൊണ്ട് മറ്റ് 2 സമയങ്ങളിലും ഗോതമ്പ് ഭക്ഷണം കഴിച്ചുകൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ഭക്തരുടെ ഇഷ്ടാനുസരണം ചെയ്യാം ഇത്. പക്ഷെ കർശനമായിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് പകല് ഈ ഉപവാസം, രാത്രി ഉറക്കം ഒഴിവാക്കണം. അത് എൻ്റെ പിറ്റേ ദിവസം പകലും ഉറക്കം ഒഴിവാക്കണം. ഇതാണ് നിയമം. അങ്ങനെയാണ്. അപ്പോൾ ഈ ഉറക്കം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. ഉപവാസത്തിലും പ്രാധാന്യം, ഉറക്കം ഒഴിക്കുക എന്നതിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതിൽ ഈ ശിവരാത്രി വ്രതത്തിന് എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നതാണ്. അപ്പം ഇതിലൊരു സന്ദേശം മഹർഷിമാർ നമുക്ക് തരുന്നത്, മഹർഷിമാർ ഇത്രയും തീവ്രമായിരിക്കുന്ന തപസ് ചെയ്ത സമയത്ത് ഉറക്കവും ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് അവരിത് ചെയ്തത്. അവരനുഭവിച്ച ആ ഒരു ആത്മസാക്ഷാത്കാരം നമ്മൾക്ക് ഈ വ്രതത്തെ കൊണ്ട് കിട്ടും. ജാഗരണാത് രുദ്രഹ പൂജിതോ ഭുക്തിമുക്തിദ. പുരാണങ്ങളിൽ പല പുരാണങ്ങളിലും പറയുന്നത് വ്യത്യസ്തമായ പുരാണങ്ങളിലാണ് ഓരോ ഫലവും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ തസ്യാം ജാഗരണാത്, ജാഗരണം എന്ന് പറഞ്ഞാൽ ഉറക്കം ഒഴിവാക്കുക. രുദ്രഹ പൂജിതോ ഭുക്തിമുക്തിദ, ഭുക്തിയും മുക്തിയും ഒരുമിച്ച് തന്നെ തരുന്നു. ഇവിടെ ഭൗതിക സുഖത്തിന് ശേഷം ഇഹലോകവാസം വിടിഞ്ഞ് പരലോകവാസം. ഈ ജന്മത്തിൽ തന്നെ ആധ്യാത്മിക സുഖവും ഭൗതിക സുഖവും നിങ്ങൾക്ക് ഈ ഒരു ദിവസത്തെ ഉറക്കം ഒഴിവാക്കുക എന്ന കർമ്മത്തെ കൊണ്ട് കിട്ടുന്നു, ഉപവാസം എടുക്കുന്നത് കൊണ്ട് കിട്ടുന്നു. ഇത്രയും പ്രാധാന്യം മറ്റുള്ള വ്രതങ്ങൾക്ക് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നില്ല. അപ്പോൾ ശിവരാത്രി വ്രതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെ, എല്ലാ ശിവഭക്തന്മാരും അല്ലാത്ത വിഷ്ണു ഭക്തന്മാരും എടുക്കണമെന്ന് ഈശ്വര സംഹിതയിലാണ് പറയുന്നത്. ഇതിനെല്ലാം ആധികാരികമായിരിക്കുന്ന പ്രമാണങ്ങളുണ്ട്. ശൈവോ വാ വൈഷ്ണവോ വാപി, നിങ്ങൾ ശൈവനായിക്കോട്ടെ വിഷ്ണുഭക്തനായിക്കോട്ടെ, യോവാ സ്യാദ് അന്യപൂജക, ഇനി വേറെ ഒരു ദേവതയെ പൂജിക്കുന്ന അയ്യപ്പ ഭക്തനോ മുരുക ഭക്തനോ ആയിക്കോട്ടെ, സർവം പൂജാഫലം ഹന്തി, നിങ്ങളുടെ പൂജാഫലം മുഴുവനും നശിച്ചു പോകുന്നു. ശിവരാത്രി ബഹിർമുഖ, ശിവരാത്രിയെ നിങ്ങൾ ബഹിർമുഖനാകുകയാണെങ്കിൽ, ബഹിഷ്കരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു ഫലത്തിനും പ്രയോജനമില്ല. അപ്പം അത്രയും പ്രാധാന്യം നമുക്ക് ഈ ശിവരാത്രി വ്രതത്തിന്, മറ്റെല്ലാവരും ഇത് ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. ഉറക്കം ഒഴിവാക്കാൻ പറയുന്നത് ഈശാന സംഹിത എന്ന ഗ്രന്ഥത്തിലാണ്. വ്രതഹീനോപി യപ്പുമാൻ, രാവിലെ മുതൽ നമ്മൾ ആ വ്രതത്തിന് ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ കൂടി, ഭക്ഷണം ഒരു നേരം ചിലപ്പോൾ 2 നേരം 3 നേരം നമ്മൾ കഴിച്ചെന്നിരിക്കൽ കൂടി, ജാഗരം കുരുതേ തത്ര സ രുദ്ര സമതാം വ്രജേത്, നിങ്ങൾ ഉറക്കമൊഴിക്കുകയാണെങ്കിൽ ശിവന് തുല്യനായി ഭവിക്കുന്നു. അപ്പം അത്രയും പ്രാധാന്യം ഉറക്കം ഒഴിവാക്കുക എന്ന കർമ്മത്തിന് ഇതിൽ വളരെ നിഷ്കർഷയോടുകൂടി നിങ്ങൾ ചെയ്യണം. പക്ഷേ ശരീരസ്ഥിതി അനുസരിച്ച് ചെയ്യാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. പറ്റുന്നത് പോലെ നമ്മൾ ചെയ്യുക, അതാണ് പറയുന്നത്. ഈശാന സംഹിതയിലാണ് മാഘകൃഷ്ണ ചതുർദശിയം ആദിദേവോ മഹാനിശി ശിവലിംഗതയോദ്ഭുത.
ആദ്യമായിട്ട് ശിവൻ അവതരിച്ചത്, ലിംഗരൂപത്തിൽ അവതരിച്ചത് ഈ മഹാശിവരാത്രി ദിവസമായിരുന്നു, കൃഷ്ണപക്ഷ ചതുർദശി ദിവസമായിരുന്നു എന്നാണ് പറയുന്നത്. ദക്ഷിണ ഭാരതത്തിലും ഉത്തരഭാരതത്തിലും ഒക്കെ ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ പ്രചരിക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ പ്രചരിക്കുന്ന കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ ഏതാണ് ശിവരാത്രിയുമായിട്ട് ബന്ധപ്പെട്ട്? നമ്മൾ പുരാണങ്ങളിലും ഈ കഥകൾ നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. പുരാണങ്ങളിൽ അല്ലാത്ത കഥകൾ രണ്ട് തരത്തിലുമായ കഥകൾ പറയുന്നു. ആദ്യത്തേത് പുരാണവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ പാലാഴി മഥന സമയത്ത്, കാളകൂട വിഷം വന്ന സമയത്ത് ഇത് ഭൂമിക്ക് ദോഷമാകയാൽ ദയാർദ്ര ഹൃദയനായിരിക്കുന്ന പരമശിവൻ ഇത് ഭക്ഷിക്കുവാനെടുത്തു. അങ്ങനെ കുടിച്ച സമയത്ത് വിഷം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് ദോഷം വരും. പരമശിവൻ്റെ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് പുറത്തേക്ക് വരും. അപ്പോൾ ഇതിലും വലിയ ദോഷമാണ്. ശരീരത്തിൻ്റെ അകത്ത് പോകാൻ പാടില്ല, ഭൂമിയിൽ നിൽക്കാനും പാടില്ല. അതുകൊണ്ട് കഴുത്തിൽ നിൽക്കണം. ഇങ്ങനെ നിന്ന സമയത്ത് കഴുത്തിൽ നിൽക്കുമ്പോഴും ശിവന് ദോഷം വരാതിരിക്കുവാൻ വേണ്ടി പാർവതിയും മറ്റെല്ലാ ദേവതമാരും ഉറക്കം ഒഴിവാക്കിക്കൊണ്ട് ഈ ശിവൻ്റെ ആരാധന ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു വലിയ പ്രാധാന്യം ഒരു കഥയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. മറ്റൊരു കഥ പറയുന്നത് അഹം പ്രഭു എന്ന് വിഷ്ണു ഭഗവാനും ശിവഭഗവാനും രണ്ട് ദിക്കുകളിൽ പോയി തീവ്രമായിരിക്കുന്ന തപസ് ചെയ്ത് രണ്ടുപേരും വരുന്ന സമയത്ത് രണ്ടുപേരും കണ്ടുമുട്ടിയ സമയത്ത് അവർക്കൊരു അഹങ്കാരമുണ്ടായി എന്നാണ് പറയുന്നത്. അഹം പ്രഭു, ഞാനാണ് വലിയവൻ, ഞാനാണ് പ്രഭു എന്ന് രണ്ടുപേരും പറഞ്ഞു. ഇവർ വാദപ്രതിവാദമായി. ഈ വാദപ്രതിവാദം യുദ്ധത്തിലേക്ക് കടന്നു. വിഷ്ണു ഭഗവാൻ നാരായണാസ്ത്രം പ്രയോഗിച്ചു, പാശുപതാസ്ത്രം പ്രയോഗിച്ചു, ബ്രഹ്മാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ഈ രണ്ടസ്ത്രങ്ങളും കുട്ടിമുട്ടാതെ ചുറ്റിത്തിരിയുന്ന സമയത്ത് അഗ്നിലിംഗരൂപത്തിൽ പരമശിവൻ ഇവരുടെ മധ്യത്തിൽ ആവിർഭവിച്ചു. അതിനുശേഷം പറയുകയാണ്, പരമശിവൻ പാശുപതാസ്ത്രത്തെ ഉപസംഹരിച്ചതിന് ശേഷം പറയുകയാണ്, നിങ്ങൾ ആരാണ് വലിയവൻ എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഈ ലിംഗത്തിൻ്റെ മുകളിലേക്ക് പോയി. ഈ ലിംഗം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അശരീരിയായിട്ട് പരമശിവൻ്റെ വാക്കുകൾ അവർ കേട്ടു. ഒരാൾ മുകളിലേക്ക് പോവുക, ഒരാൾ താഴേക്ക് പോവുക. മുകളിലേക്ക് പോയി അറ്റം കണ്ട് തിരിച്ചു വരുന്നവനാണ് വലിയവൻ. ഇതൊരു കഥാരൂപത്തിൽ പറയുന്നതാണ്. ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കഥകളല്ല. കഥയുടെ സന്ദേശം ഉൾക്കൊള്ളാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കഥയുടെ പുറകെ പോകരുത്. ഇങ്ങനെ വിഷ്ണു ഭഗവാൻ പന്നിയുടെ ശരീരത്തിൽ താഴേക്ക് പോയി. ബ്രഹ്മാവ് ഹംസത്തിൻ്റെ മുകളിൽ കയറി മുകളിലേക്ക് പോയി. പക്ഷേ മുകളിൽ ഒരു കൈതപ്പൂ വരുന്നുണ്ടായിരുന്നു. ആ കൈതപ്പൂവിനോട് എനിക്കൊരു സാക്ഷി പറയാമോ എന്ന് ചോദിച്ചു. സാക്ഷി പറയാമെന്ന് പറഞ്ഞു. അറ്റം കണ്ടുവരുന്നതാണ് എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ സമയത്ത് തന്നെ വിഷ്ണു ഭഗവാൻ അത് അടിയിലേക്ക് പോയി പകുതി വന്നപ്പോഴേക്കും തിരിച്ചു വന്നു. സാധ്യമല്ല, പന്നിയുടെ മുകളിൽ തിരിച്ചു വന്നു. രണ്ടുപേരും എത്തി. അപ്പം ഞാനാണ് മുകളിൽ അറ്റം കണ്ടത് എന്ന് ബ്രഹ്മാവ് പറഞ്ഞ സമയത്ത് നുണ പറഞ്ഞതുകൊണ്ട് പരമശിവൻ ഒരു തല നുള്ളിക്കളഞ്ഞു. അപ്പോൾ പിന്നെ പഞ്ചമുഖൻ എന്ന ബ്രഹ്മാവ് ചതുർമുഖനായി മാറി. ഈ ഒരു സംഭവം നടന്നത് ചതുർദശി ദിവസമായിരുന്നു. മാഘമാസത്തിലെ ചതുർദശി ദിവസമായിരുന്നു. അപ്പോൾ അന്ന് പരമശിവൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. ശിവപുരാണത്തിൽ പറയുന്നുണ്ട്, ഈ ഒരു ദിവസം നിങ്ങൾ ശിവാരാധന ചെയ്തു കൊള്ളണം. ശിവരാത്രി വ്രതം എന്ന പേരിൽ ഈ ദിവസം അറിയപ്പെടും എന്ന് പരമശിവൻ തന്നെ നേരിട്ട് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. ഇതാണ് മഹർഷിമാർ നമ്മളോട് പറയുന്നത്. ഇത് ഒരു കഥ, ഇത് പുരാണത്തിൽ ഉള്ളത്, ശിവപുരാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കഥയാണ്. പിന്നെ ഇത് കൂടാതെ ഉത്തരദിക്കിൽ, ദക്ഷിണ ഭാരതത്തിലും ഉത്തരഭാരതത്തിലും കഥകൾ പലതുമുണ്ട്. കുഞ്ചരം എന്ന് പറയുന്ന ഒരു ദേശത്തിൽ ഒരു രാജാവിൻ്റെ മന്ത്രി, ഈ മന്ത്രിക്ക് ഒരു മകനുണ്ട്, സുന്ദരസേനൻ എന്നാണ് പേര്. ഇദ്ദേഹം ഒരു ചണ്ടാള സ്ത്രീയാണ് വിവാഹം ചെയ്തത്. അധർമ്മം മാത്രമേ ഇദ്ദേഹം ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ 2 കുട്ടികൾ, പെൺകുട്ടികൾ ജനിച്ചു. 3 ആൺകുട്ടികളും ഇയാൾക്ക് ജനിച്ചു. ഈ പെൺകുട്ടികളെ ഇയാൾ തന്നെ ഭാര്യയായിട്ട് സ്വീകരിച്ചു, 2 മക്കളെയും. അങ്ങനെ അധർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ഇദ്ദേഹം ഭാര്യയ്ക്ക് വേണ്ടി ഒരു പുഷ്പം പറിക്കുവാൻ വേണ്ടി നാഗേശ്വരം എന്ന് പറയുന്ന ശിവക്ഷേത്രത്തിലേക്ക് പോയി. ഇത് ഹൈദരാബാദിൽ ഔഡ ഗ്രാമത്തിലുള്ള ശിവക്ഷേത്രമാണ്. ആ ശിവക്ഷേത്രത്തിൻ്റെ പരിസരത്തെത്തി ഈ പൂ പറിക്കാൻ പോയപ്പോൾ ഈ കുഞ്ചരൻ, ഈ ചന്ദ്രസേനൻ, ഇതിന് 2 പേര് പറയുന്നുണ്ട്. അഗ്നിപുരാണത്തിലും പത്മപുരാണത്തിലും 2 പേരുകളാണ്. ഒന്ന് സുകുമാരൻ, ഒന്ന് സുന്ദരസേനാണ്. അപ്പോൾ ഇദ്ദേഹം തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കുകയാണ്. ഈ ഉത്സവം എന്താണെന്ന് അറിയാൻ വേണ്ടി ചെന്നു, അതിൽ പങ്കെടുത്തു. ഇതൊരു മഹാശിവരാത്രി ഉത്സവമായിരുന്നു. ഇങ്ങനെ പങ്കെടുത്തതിന് ശേഷം തിരിച്ചു വന്നു. കുറേ വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾ മരിക്കാറായി. ഈ സമയത്ത് യമദൂതന്മാരും വന്നു, ശിവദൂതന്മാരും വന്നു. ഇങ്ങനെ അവർ തമ്മിൽ യുദ്ധമായി. ഈ ആത്മാവിനെ ഞങ്ങൾക്ക് കൊണ്ടുപോകണം എന്ന് ശിവദൂതന്മാർ, യമദൂതന്മാർ അവർക്ക് കൊണ്ടുപോകണം. അവർ തമ്മിൽ യുദ്ധമായി. അങ്ങനെ
ശിവദൂതന്മാർ ഇയാളുടെ ആത്മാവിനെ കൊണ്ടുപോയി. അതെന്തുകൊണ്ടാണ്? ഒരു ദിവസം ഇയാൾ ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ശിവലോകത്തേക്ക് ഇയാൾ പോയി എന്നാണ് പറയുന്നത്. വേറൊരു ഐതിഹ്യ കഥ പറയുന്നത്, ഒരു വേടൻ, മൃഗങ്ങളുടെ മാംസം മാത്രം ഭക്ഷിക്കുന്ന വേടനാണ്. ഒരു ശിവരാത്രി ദിവസം പകൽ സമയത്ത് ഒന്നും അയാൾക്ക് ഭക്ഷണം കിട്ടിയില്ല. ഇങ്ങനെ രാത്രി ഒരു കാടിൻ്റെ അകത്ത് ഒരു കുവളത്തിൻ്റെ വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് കയറി. രാത്രി അവിടെ ഇരുന്ന് പിറ്റേ ദിവസം പോരാമെന്ന് കരുതി ഇയാൾ. അങ്ങനെ രാത്രി ഇരിക്കാനുള്ള ഇരിപ്പിടം തയ്യാറാക്കാൻ വേണ്ടി കുളത്തിലെ മുഴുവൻ താഴേക്ക് പറിച്ചിട്ടു. അങ്ങനെ ഇരിക്കുകയാണ്. ഈ കുവളത്തില മുഴുവൻ വന്ന് വീണത് താഴെ ഒരു ശിവലിംഗത്തിൻ്റെ മുകളിലായിരുന്നു. അയാൾ അറിഞ്ഞിട്ടില്ല. ശിവലിംഗത്തിൻ്റെ മുകളിൽ അത് വീണ് ശിവലിംഗം വന്ന് മൂടിക്കഴിഞ്ഞു. ഇങ്ങനെ രാത്രി ഒരു 1-ാമത്തെ യാമമായ സമയത്ത് ഒരു ഗർഭിണിയായിരിക്കുന്ന മാൻ വരിക. കഥയാണ്, കഥയിൽ ചോദ്യമില്ല. ആ മാനിനെ കണ്ട സമയത്ത് തന്നെ ഇയാൾ കൊല്ലുവാൻ വേണ്ടി അമ്പെടുത്തു. അപ്പോൾ മാൻ പറയുകയാണ്, എൻ്റെ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വരാം. 10 മിനിറ്റിന് ശേഷം ഞാൻ പ്രസവിക്കാൻ പോവുകയാണ്. അങ്ങനെ ദയാർദ്രചിത്തനായിരിക്കുന്ന വേടൻ ഇയാളെ മാനിനെ തിരിച്ചയച്ചു. 2-ാമത്തെ യാമത്തിൽ വേറൊരു വേടവൻ വരികയാണ്. അപ്പോൾ അമ്പെടുത്തു, പേടിച്ച് പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവായിരിക്കുന്ന മാനുമായി സംഗമം ചെയ്തതിന് ശേഷം തിരിച്ചു വരാം. ഈ മാനിനെയും വിട്ടയച്ചു. 3-ാമതൊരു പേടമാൻ വരുന്നു. കുറേ കുട്ടികളായിട്ട് വരികയാണ്. ഇങ്ങനെ അവിടെ ജലാശയം ഉണ്ടായിരുന്നു. ആ ജലാശയത്തിൻ്റെ അടുത്താണ് ഈ കുവളത്തിൻ്റെ വൃക്ഷം. അതിൽ വെള്ളം കുടിക്കാനായിട്ട് വന്നു. വെള്ളം കുടിച്ചതിന് ശേഷം ഇവരെ കൊല്ലാൻ വേണ്ടി അസ്ത്രം എടുത്തു. ഈ സമയത്ത് പറഞ്ഞു, ഞാൻ ഈ കുട്ടികളെ ഈ കുട്ടികളുടെ അച്ഛൻ്റെ അടുത്താക്കിയിട്ട് ഞാൻ തിരിച്ചു വരാം. അങ്ങനെ വിട്ടയച്ചു. പ്രഭാതമായി. സൂര്യൻ ഉദിച്ച സമയത്ത് ഒരു തടിച്ചു കൊഴുത്ത ഒരു കലമാൻ, ആൺമാൻ വരികയാണ്. വേഗം തന്നെ അമ്പെടുത്തു. അപ്പോൾ കലമാൻ പറഞ്ഞു, ഇതിന് മുമ്പ് പോയ മാനുകളെയെല്ലാം കൊന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നെ കൊന്ന് തിന്നുകൊള്ളുക. അവരെ തിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ, അവർ തിരിച്ചു വരുമെങ്കിൽ ഞാനും പോയിട്ട് തിരിച്ചു വരാം. എൻ്റെ സഹചാരികളായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. ഇങ്ങനെ എല്ലാ മാനുകളും തിരിച്ചു വന്നു, ഇയാളും തിരിച്ചു വന്നു. അപ്പോൾ സൂര്യോദയം കഴിഞ്ഞു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? അന്ന് പകൽ മുഴുവൻ ഇയാൾ ഉറക്കമൊഴിച്ചു. ഭക്ഷണം ഒന്നും കിട്ടിയിട്ടില്ല. രാത്രി മുകളിൽ കയറി കുവളത്തിൻ്റെ ഇല ശിവലിംഗത്തിൽ വീഴ്ത്തി. ഇയാൾ അറിഞ്ഞിട്ടില്ല. ഈ മാനുകളെ കണ്ട സമയത്ത് ഇയാളുടെ മനസ്സ് ശാന്തമായി താഴേക്ക് വന്നു. ദയാർദ്രചിത്തനായി അഹിംസ പരമോധർമ്മ എന്ന ആപ്തവാക്യം ഇയാൾ പ്രായോഗികമാക്കി, അറിയാതെ തന്നെ. ഈ സമയത്ത് ശിവഭഗവാൻ തന്നെ 2 പുഷ്പക വിമാനങ്ങൾ താഴെ കൊണ്ടുവന്നു. ഒരു പുഷ്പക വിമാനത്തിൽ മാനുകളെയും മറ്റേ പുഷ്പക വിമാനത്തിൽ വേടനെയും കൊണ്ടുപോയി എന്നാണ് കഥ. ഇവർക്കെല്ലാവർക്കും ശിവലോകത്ത് സ്ഥാനം കൊടുത്തു ഭഗവാൻ. അപ്പോൾ ഈ കഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്കും ഒരു ഈശ്വര സാക്ഷാത്കാരം കിട്ടും എന്നതാണ് കഥ പറയുന്നത്. കഥയുടെ സന്ദേശമാണ് ഉൾക്കൊണ്ടുള്ളത്. അതൊക്കെ ചോദ്യമില്ല. അപ്പം രാത്രി സമയത്ത് മാനുകൾക്ക് കണ്ണ് കാണുമോ? ഇതൊക്കെ നമുക്ക് ചോദ്യങ്ങളുണ്ട്. ഇതൊന്നും ചോദിക്കാതെ ഇതിൻ്റെ സന്ദേശം മനസ്സിലാക്കി ശിവരാത്രി ദിവസം ഭജിക്കുക. ഇപ്പം ഒരു ഭക്തൻ എങ്ങനെയാണ് ശിവരാത്രി വ്രതം എടുക്കേണ്ടത്? ശിവരാത്രി വ്രതം എടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്രഹശുദ്ധി ഏറ്റവും പ്രധാനമാണ്. 2-3 ദിവസം മുമ്പേ, ഒരു 5-6 ദിവസം മുമ്പേ തന്നെ സസ്യാഹാരവുമായി ബന്ധപ്പെട്ട് പോവുക. ഇതിൻ്റെ മുഴുവനും ഊർജ്ജം നമുക്ക് കിട്ടണമെങ്കിലാണ് പറയുന്നത്. 7 ദിവസം മുമ്പെങ്കിലും അല്ലെങ്കിൽ 5 ദിവസം മുമ്പെങ്കിലും മത്സ്യമാംസങ്ങൾ ഒഴിവാക്കി ഇതിലേക്ക് തയ്യാറാകുക. 3 ദിവസം മുമ്പേ തന്നെ വീട് മുഴുവൻ വൃത്തിയാക്കുക. മാറാല മുതലായൊക്കെ അടിച്ച് കളഞ്ഞ് വൃത്തിയാക്കുക. ഊർജ്ജം വരാൻ പോവുകയാണ് ആ ദിവസം. പ്രകൃതി തന്നെ ഊർജ്ജവത്ക ആവാൻ പോവുകയാണ്. അന്ന് പകൽ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ കുളി കഴിഞ്ഞ് ഭസ്മധാരണം ചെയ്ത് രുദ്രാക്ഷമാല ഉണ്ടെങ്കിൽ അത് ധരിച്ച് പഞ്ചാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ട് ശിവഭജനം ചെയ്യുക, ശിവക്ഷേത്ര ദർശനം ചെയ്യുക. പകൽ നമ്മുടെ ശരീരസ്ഥിതിക്ക് അനുസരിച്ച്, ശരീരം ആദ്യം ഖലു ധർമ്മസാധനം, ശരീരമാണ് ആദ്യം ധർമ്മത്തിൻ്റെ സാധനം. അപ്പോൾ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഇത് മുഴുവൻ ചെയ്യാൻ സാധ്യമാകുന്നില്ല, അവർക്ക് പറ്റുന്നത് പോലെ ചെയ്യാം. അങ്ങനെ പകൽ സമയം വ്രതമെടുക്കുക. വൈകുന്നേര സമയത്ത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ തന്നെ കുളി കഴിഞ്ഞ് ഭസ്മം ധരിച്ച് ശിവക്ഷേത്ര ദർശനം, പഞ്ചാക്ഷര മന്ത്രം, അത് ഏത് മന്ത്രം വേണമെങ്കിലും നമുക്ക് ജപിക്കാം. ശിവ അഷ്ടോത്തര ശതം എന്ന് പറയുന്നൊരു മന്ത്രമുണ്ട്. ശിവൻ്റെ 108 നാമങ്ങളാണ്. അത് ഈ ദിവസം വളരെ പ്രാധാന്യമായിട്ടാണ് പറയുന്നത്, പൂർവികന്മാർ പറയുന്നത്. ശിവൻ്റെ 108 നാമങ്ങൾ. ഓം ശിവായ നമ, ശിപിവിഷ്ഠായ നമ 108. അപ്പോൾ ഇതിൻ്റെ മഹത്വം ശിവരഹസ്യം, ശിവസംഹിത എന്ന ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. പാർവതി ഒരിക്കൽ വിഷ്ണു ഭഗവാനോട് ചോദിക്കുകയാണ്, എനിക്ക് പരമശിവനെ ഭർത്താവായി സ്വീകരിക്കണം.
അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ വിഷ്ണു ഭഗവാൻ തന്നെ പറയുകയാണ്, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും സാധിക്കുന്ന ഒരു മന്ത്രമുണ്ട്, ശിവൻ്റെ 108 നാമങ്ങളാണ്. അത് ഞാൻ പറഞ്ഞു തരാം. അത് 3 നേരം ജപിക്കുകയാണെങ്കിൽ വിചാരിച്ച കാര്യം സാധിക്കും. അങ്ങനെ കാലത്രയം ജപ്ത്വ എന്ന് പ്രത്യേകം സൂതൻ പറയുന്നുണ്ട്, ശിവസംഹിതയിലൊക്കെ പറയുന്നുണ്ട്. രാവിലെ ഉച്ച സമയത്തും വൈകുന്നേര സമയത്തും പാർവതി ഇത് തുടർച്ചയായിട്ട് ജപിച്ചു. പരമശിവൻ്റെ പകുതി ശരീരം കൊടുക്കേണ്ടി വന്നു. അതാണ് അർദ്ധനാരീശ്വര സങ്കല്പം. അപ്പോൾ ആ അഷ്ടോത്തര ശതം, അഷ്ടം ഉത്തരമായിരിക്കുന്ന ശതം, അതാണ് 108. ഈ 108 നാമങ്ങൾ ഈ ദിവസം നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമ്മൾക്കും ചില കാര്യങ്ങൾ സാധിക്കാൻ പറ്റും എന്നാണ് പറയും. ഇപ്പം ഈ ശിവഭഗവാനെ പൂജിക്കുമ്പോൾ ഒരു മന്ത്രം എപ്പോഴും എല്ലാവരും പറയാറുണ്ട്, ഓം നമ ശിവായ എന്ന മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട്. ഓം നമ ശിവായ എന്ന മന്ത്രം എന്നുമായിട്ട് അതിൻ്റെ ഒരു പ്രാധാന്യം എന്താ? അത് പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് 5. മനുഷ്യ ശരീരത്തിൽ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരീരമാണ് പഞ്ചീകരണം. അപ്പോൾ ഈ പഞ്ചീകരണം ചെയ്യുന്ന പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം, ഇത് മുഴുവനും അതിൻ്റെ ഊർജ്ജവത്കരണമാണ് ഈ നമശിവായ എന്ന ആ നാമത്തിൽ അടങ്ങിയിരിക്കുന്നത്. അത് ശിവരഹസ്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. സർവാസാമപി വിദ്യാനാം ശ്രുതിരുച്യതേ, ഏറ്റവും എല്ലാ വിദ്യകളിലും വെച്ച് വലുത് വേദമാണ്. ചതുർവേദേ, ആ 4 വേദങ്ങളിൽ വെച്ച് യജുർവേദവും വിശിഷ്യതേ, യജുർവേദമാണ് ഏറ്റവും വലുത്. അത് എന്തുകൊണ്ടെന്നാൽ യജുർവേദേ ചതുഷ്കാണ്ഡ, യജുർവേദത്തിലാണ് 4ാമത്തെ കാണ്ഡം. അവിടെയാണ് നമ സോമായ എന്ന് തുടങ്ങുന്ന ഒരു അനുവാകമുണ്ട്. ഒരു സൂക്തത്തിൻ്റെ തുടക്കമാണ് നമ സോമായ ചേത്യത്ര വരാ പഞ്ചാക്ഷരീമത. അവിടെയാണ് പഞ്ചാക്ഷര മന്ത്രം കിടക്കുന്നത്. ആ ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ നടുക്കാണ് ശിവ ഇത്യക്ഷരദ്വയം. അത് ജീവരത്നമായിട്ടാണ് പറയുന്നത്. സർവാസാമപി വിദ്യാനാം ഉത്കൃഷ്ട ശ്രുതിരുച്യതേ, ആ 4 വേദങ്ങളിൽ വെച്ച് യജുർവേദോ വിശിഷ്യതേ, യജുർവേദേ ചതുഷ്കാണ്ഡ, നമ സോമായ ചേത്യത്ര വരാ പഞ്ചാക്ഷരീമത, തന്മധ്യേ ജീവരത്നം സ്യാത് ശിവ ഇത്യക്ഷരദ്വയം. ജീവനുള്ള രത്നമാണ് ശിവശബ്ദം. അപ്പോൾ നമശിവായ എന്നതിൽ അതിൻ്റെ രഹസ്യം വളരെ കൂടുതൽ പറയാനുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ 2 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു വിഷയമല്ല നമശിവായ എന്നതിൻ്റെ ഗൂഢമായിരിക്കുന്ന അർത്ഥങ്ങൾ. ഇപ്പോൾ ഒരു ഭക്തൻ്റെ ഭക്തി എങ്ങനെയായിരിക്കണം? ഭക്തൻ്റെ ഭക്തി എന്നത് അത് ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. 4 തരത്തിലുള്ള മുക്തി ആചാര്യസ്വാമികൾക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട് ശിവഭജനം കൊണ്ട്. ആ 4 ഭജനം എന്ന് പറയുന്നത് ഇതാണ്. ശിവൻ്റെ പൂജ ചെയ്തതുകൊണ്ട് ആചാര്യസ്വാമികൾക്ക് സാരൂപ്യമുക്തി കിട്ടി. പൂജ ആരാധന ചെയ്തതുകൊണ്ട്, ശിവൻ്റെ നാമം പഞ്ചാക്ഷര മന്ത്രം ആചാര്യസ്വാമികൾ ജപിച്ചതുകൊണ്ട് സാമീപ്യമുക്തി കിട്ടി. ശിവഭക്തന്മാർ ഒരുമിച്ചുകൂടി ശിവരാത്രി ദിവസം ശിവക്ഷേത്രത്തിൽ ഒരു സാങ്കത്യ സംഭാഷണം ചെയ്യുന്നുണ്ട്. ശിവൻ്റെ കാര്യങ്ങൾ സത്സംഗ രൂപത്തിൽ കഥകൾ ഇങ്ങനെ പറയുക. അങ്ങനെ ചെയ്യുന്നത് വഴി സാലോക്യമുക്തി കിട്ടും. ഇനി മനസ്സിൽ ശിവനെ ധ്യാനിക്കുന്നത് കൊണ്ട് സായുജ്യമുക്തി കിട്ടുന്നു. അപ്പം ഈ 4 മുക്തികളും ആചാര്യസ്വാമികൾക്ക് ശിവഭജനം കൊണ്ട് കിട്ടി എന്ന് പറയുന്നുണ്ട്. അത് ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം അതിൽ പറയുന്നുണ്ട്. സാരൂപ്യം തവ പൂജനെ ശിവമഹാദേവേതി സങ്കീർത്തനെ, സാമീപ്യം ശിവഭക്തി തുര്യജനത സാങ്കത്യ സംഭാഷണേ, സാലോക്യം ച ചരാചരാത്മകതനു ധ്യാനേ ഭവാനീപദേ, സായുജ്യമമ സിദ്ധമത്ര ഭവതി സ്വാമിൻ കൃതാർത്ഥോസ്മ്യഹം. ശിവൻ്റെ മുമ്പിൽ വെച്ച് പറയുകയാണ്, ഞാൻ കൃതാർത്ഥനായിരിക്കുന്നു, എനിക്ക് 4 മുക്തിയും അങ്ങ് തന്നിരിക്കുന്നു. ഈ ഗ്രന്ഥത്തിൽ തന്നെയാണ് 63ാമത്തെ ശ്ലോകം ഭക്തി എങ്ങനെയായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അവിടെയാണ് കാളഹസ്തി എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ ഒരു ഉദാഹരണം ആചാര്യസ്വാമികൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. അവിടെ തിണ്ണപ്പൻ എന്ന് പറയുന്ന ഒരു വേടനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഒരു വേടൻ കാട്ടിൽ മൃഗമാംസം കഴിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ദിവസം ഈ ബ്രാഹ്മണ പൂജാരി പോകുന്നത് കണ്ടു കാട്ടിൻ്റെ അകത്ത്. ഇയാളുടെ പുറകെ പോയി അനുഗമിച്ചു. അപ്പോൾ ഒരു ഗുഹയുടെ ഉള്ളിൽ ഒരു ശിവക്ഷേത്രത്തിൽ പൂജ ചെയ്യുകയാണ് ഇയാൾ. അപ്പോൾ ശിവലിംഗത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന കമണ്ടൽ ഇതിൽ കൊണ്ടുവന്ന വെള്ളം കൊണ്ട് അത് കഴുകി കൂർച്ചം വെച്ചു, ചന്ദനം തൊടിച്ചു, പുഷ്പം നിവേദ്യം കൊടുക്കുകയാണ്. ഉപചാരം കൊണ്ട് ഇത് ഇയാൾ ദൂരെ നിന്ന് നോക്കി കാണുന്നുണ്ടായിരുന്നു. അതിനെ കണ്ടതിന് ശേഷം ഈ ബ്രാഹ്മണ പൂജാരി പോയതിന് ശേഷം ഇദ്ദേഹം നോക്കിയ സമയത്താണ് ഇതിൽ നിവേദ്യങ്ങളുണ്ട്, കൂർച്ചം എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇദ്ദേഹം
ഇത്രയും നാൾ ഞാൻ തേടിയ ആ ദേവനെ ഇപ്പോൾ ഞാൻ കണ്ടിരിക്കുന്നു, നാളെ ഞാനും പൂജ ചെയ്യാം. ഇങ്ങനെ പിറ്റേ ദിവസം ബ്രാഹ്മണൻ്റെ പൂജ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ പൂജയാണ്. ഇത് ആചാര്യസ്വാമികൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർഗാവർത്തിത പാതുകാഹ പശുപതേഹെ അംഗസ്യ കൂർച്ചായതേ. വേടൻ ചെയ്തിരിക്കുന്നത് മാർഗത്തിൽ ആവർത്തിച്ച് നടന്ന് പോകുന്ന സമയത്ത് തേയ്മാനം സംഭവിച്ചിരിക്കുന്ന ചെരുപ്പുകൾ, അത് പാതുകങ്ങൾ കൂർച്ചത്തിന് പകരമായിട്ട് കെട്ടിവെച്ചു ശിവലിംഗത്തിൽ. ഗണ്ടൂ ഷാമ്പു നിഷേചനം, വെള്ളമൊഴിച്ച് കഴുകാൻ വേണ്ടി തൊട്ടടുത്ത അരുവിയിൽ നിന്ന് വായിൽ വെള്ളം എടുത്തുകൊണ്ട് തുപ്പി അഭിഷേകം ചെയ്ത് വൃത്തിയാക്കി. വായിൽ കൊണ്ടുള്ള വെള്ളം, ഗണ്ടൂ ഷാമ്പു നിഷേചനം. പിന്നെയാണ് കിഞ്ചിത് ഭക്ഷിത മാംസശേഷ കവളം. മാനിനെ കൊന്നതിന് ശേഷം ഏത് ഭാഗത്തുള്ള ഇറച്ചിയാണ് ഏറ്റവും സ്വാദെന്ന് നോക്കി അന്ന് ശബരി ശ്രീരാമന് ചെയ്തതുപോലെ ഏറ്റവും നല്ല മാംസകഷ്ണം വായിൽ കടിച്ചു നോക്കി ആ മാംസകഷ്ണം നിവേദ്യമായി വെച്ചിരിക്കുന്നു. പിന്നെ ചെരുപ്പുകളാണ് വെച്ചത്. ഗണ്ടൂ ഷാമ്പു നിഷേചനം. ഇത്രയും വെച്ചതിന് ശേഷം തൊഴുത് പ്രാർത്ഥിച്ചു പോയി. എല്ലാ ദിവസവും ബ്രാഹ്മണൻ്റെ പൂജയും ഈ വേടൻ്റെ പൂജയും നടക്കുന്ന സമയത്ത് പാർവതി ചോദിക്കുന്നുണ്ട്, ഏത് പൂജയ്ക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്? അത് പറയാറായിട്ടില്ല എന്ന് പരമശിവൻ പാർവതിയോട് പറഞ്ഞു. ഒരു ദിവസം വേടൻ്റെ പൂജ കഴിഞ്ഞതിന് ശേഷം കണ്ണിൽ നിന്ന് ചോര വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ ചോര വരുന്നത് കണ്ട സമയത്ത് ഈ വേടൻ പറയാണ്, അങ്ങയുടെ കണ്ണിന് ഒരു ദോഷവും വരുത്തരുത്, ഞാൻ എൻ്റെ കണ്ണെടുത്ത് തരാം എന്ന് പറഞ്ഞ് ആ കണ്ണ് എടുക്കാൻ പോയ സമയത്ത് പാർവതി പെട്ടെന്ന് തന്നെ ശിവനോട് പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ അവിടെ പോകണം, അങ്ങയുടെ ഭക്തൻ ഇപ്പോൾ കണ്ണ് പറിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ രണ്ടുപേരും വന്ന സമയത്ത് കണ്ണ് പറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കണ്ണ് വെച്ച് കൊടുത്തതിന് ശേഷം മറ്റേ കണ്ണിൽ നിന്ന് ചോര വരികയാണ്. അപ്പോൾ വേടൻ, എൻ്റെ ഈ രണ്ടാമത്തെ കണ്ണ് ഞാൻ തരാം, പക്ഷെ അത് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ എവിടെ വയ്ക്കുമെന്ന് എനിക്ക് കാണാൻ പറ്റുകയില്ലല്ലോ. വലത്തെ കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് ചോര വരുന്ന കണ്ണിനെ അടയാളം വെച്ചുകൊണ്ട് മറ്റേ കണ്ണ് പഴുതെടുക്കാൻ പോയ സമയത്താണ് ശിവൻ അവിടെ എത്തി, കണ്ണെടുക്കണ്ട. തിണ്ണപ്പൻ എന്ന് പറയുന്ന വേടൻ അന്ന് മുതൽ കണ്ണപ്പനായി മാറി. ഇത് കാളഹസ്തിയിൽ ഇതിൻ്റെ കണ്ണപ്പന് പ്രത്യേകം പൂജയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഒരു ദോഷം വരുത്താതെ ഞാൻ എൻ്റെ ശരീരത്തിൽ എന്തും തരാൻ ഞാൻ തയ്യാറായിരിക്കുന്നു. ഈ ഒരു ഭക്തിയാണ് ഒരു ശിവരാത്രി ദിവസം ശിവഭഗവാനോട് വേണ്ടത്. ഇത് നമ്മൾക്ക് പറ്റുമോ എന്നതാണ് വിഷയം. ഇത് പറ്റുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഭഗവാൻ അന്ന് വരും എന്നുള്ളതാണ് ആചാര്യസ്വാമികൾ നമുക്ക് തരുന്ന സന്ദേശം. ശ്രീനാരായണ ഗുരുദേവനും ഒരു ശിവരാത്രി ദിവസമായിരുന്നു 1888 കല്ലെടുത്ത് കൊണ്ടുവന്ന് ശിവപ്രതിഷ്ഠ. അപ്പോൾ രണ്ട് ഗുരുക്കന്മാരും ഈ ശിവൻ്റെ ആരാധനയ്ക്ക് പ്രാധാന്യം. ഗുരുദേവൻ ശിവശതകം എന്ന് പറയുന്ന ഒരു കൃതി എഴുതി, ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരി, ശിവൻ്റെ മഹത്വം നമ്മൾ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഇവരത് എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പം ശിവരാത്രി മഹോത്സവം എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തും വ്യത്യസ്തമായ രീതിയിലാണ് ആചരിക്കുന്നത്. കേരളത്തിലുള്ള ഉള്ളതുപോലെയല്ല പുറത്ത് ആചരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ശിവരാത്രി മഹോത്സവം? ഓരോ ദേശത്തിനും ഓരോ ആചാരങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. ഇപ്പോൾ ശിവന് ശംഖാഭിഷേകം പാടില്ല എന്ന് പറയുന്നു. തൃപ്പങ്കോട്ട് മുതലായ ക്ഷേത്രങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ദേശാചാരം കുലാചാരം അനുസരിച്ച് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിവേദ്യ വസ്തുക്കൾ തന്നെ കദളിപ്പഴ നിവേദ്യം ചില സംസ്ഥാനങ്ങളിൽ കദളിപ്പഴം ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? അപ്പോൾ നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യുക, അത്രയും മാത്രമേ. ഭക്തിക്കാണ് പ്രാധാന്യം. ഈ തീവ്രമായിരിക്കുന്ന ഭക്തി അത് മറ്റേ മഹാബലി മുഴുവനും ദാനം ചെയ്തു ഭഗവാനെ. ഈ സമയത്ത് ഭഗവാൻ അവിടെ പറയുന്നുണ്ട്, മഹാബലി മുഴുവൻ എനിക്ക് ദാനം ചെയ്തു എന്നൊരു ഭാവം മഹാബലിക്കില്ല. മുഴുവനും ദാനം ചെയ്തു കഴിഞ്ഞു, ഒന്നും അവശേഷിക്കുന്നില്ലല്ലോ എന്ന ഭാവവും മഹാബലിക്കില്ല. ഈ സമയത്ത് എനിക്ക് അവനെ ഉദ്ധരിക്കേണ്ട കടമയുണ്ട്. ഈ ഒരു ഭാവം ഓരോ ഭക്തന്മാർക്കും ഉണ്ടാകാം, അതീവ്രമായിരിക്കുന്ന വ്രതത്തോടുകൂടി. ഇത് മഹാശിവരാത്രി എന്നാണ് പറയുന്നത്, മഹാനവരാത്രി എന്ന് പറയുന്നില്ല, മഹാ ഏകാദശി എന്ന് പറയുന്നില്ല. മഹാ എന്ന വിശേഷണം കൊണ്ടാണ് ഇത് ഇത്രയും പ്രാധാന്യം വന്നിരിക്കുന്നത്. മറ്റ് ഉപാസകന്മാരും ഇതെടുത്തുകൊള്ളണം. ഇതാണ് ഇതിൻ്റെ കർശനമായിരിക്കുന്ന നിയമം. ഇപ്പം ശിവരാത്രി മഹോത്സവത്തിന് മുന്നോടിയായി എടുക്കേണ്ട മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? മുന്നൊരുക്കങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ വീട് ശുദ്ധിയാക്കുക, മാംസാഹാരങ്ങൾ ഒഴിവാക്കുക, നിത്യവും പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ടേയിരിക്കുക, ബ്രഹ്മചര്യ ശുദ്ധി പാതിവൃത്യ ശുദ്ധി, ഇത് രണ്ടും. ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണ് വ്രതമെടുക്കുന്നത്, ആ വ്രതത്തോടു കൂടിയാണ് ജീവിക്കേണ്ടത്. എന്നാൽ മാത്രമേ ആ ശിവൻ്റെ അനുഗ്രഹം കിട്ടുകയുള്ളൂ. ഉറക്കം ഒഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ശിവരാത്രി ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ
കുളി കഴിഞ്ഞ് ഭസ്മധാരണം ചെയ്ത് ശിവക്ഷേത്ര ദർശനം. ഇനി ശിവക്ഷേത്രം ഇല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി നമുക്ക് പഞ്ചാക്ഷരം ജപിക്കാം. ഇന്ന ക്ഷേത്രത്തിൽ ഇന്ന മന്ത്രം എന്ന നിയമമില്ല. പകല് ഇങ്ങനെയുള്ള ഉപവാസ രൂപത്തിൽ ഭക്ഷണം ക്രമീകരിക്കുക, രാത്രി ശിവഭജനം ചെയ്യുക. പിറ്റേ ദിവസം രാവിലെയാണ് ഈ പാരണ വീടുക. തുളസി തീർത്ഥം, തുളസി ഇല വെള്ളത്തിലിട്ടിട്ട് ആ തീർത്ഥം കഴിച്ചുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ആണ് ഈ വ്രതം അവസാനിപ്പിക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ ഭക്ഷണം കഴിക്കുന്നത്. അത് തൊട്ടടുത്ത ശിവക്ഷേത്രത്തിൽ പോയി തീർത്ഥം കുടിച്ചുകൊണ്ട് ചെയ്യാം. അത് സാധ്യമല്ല എങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ഈ തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് ഈ വ്രതം അവസാനിപ്പിക്കാം. പക്ഷേ ഒരു പ്രധാനപ്പെട്ട വിഷയം അവിടെ പറയുന്നത് അന്ന് പകൽ ഉറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. ഉറക്കം വരികയാണെങ്കിൽ ഉറങ്ങാം, വിരോധമൊന്നുമില്ല. ഇങ്ങനെ ഒരു കർശനമായി ഇരിക്കുന്ന നിയമം പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ ശരീരത്തിൻ്റെ അകത്ത് നമ്മുടെ മനസ്സിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്നാണ് മഹർഷിമാർ നമ്മളോട് പറയുന്നത്. നന്ദി, നമസ്കാരം. എല്ലാ ഭക്തന്മാർക്കും ശിവൻ്റെ പാർവ്വതീയ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.